ഒന്ന് കണ്ടോട്ടെ. 10 മാസം അവൻ ഉറങ്ങാതെ കടന്നപ്പോ അവന്റെ കണ്ണിലേക്ക് നോക്കി നിന്ന അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഒന്ന് കണ്ടോട്ടെ, ആ കറുപ്പ് തുണി എടുത്തു കൊടുക്കണം. പോലീസുകാരന്റെ കണ്ണു നിറഞ്ഞുപോയി. പോലീസുകാരൻ നസീറിന്റെ അടുത്ത് കാണിച്ചതിന് പറയുന്നത്, നസീറെ, നീ ഇത് കാണുന്നില്ലേ? നിന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തസമാനമായ കണ്ണുനീർ, ആ കവിൾത്തടം പറ്റി വരണ്ടു കിടക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തു വരാതെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിൽക്കാൻ നിന്റെ മകൻ അറിയില്ല. നിന്റെ ആ ചോര പൈതലിന് നീ അകപ്പെട്ടതെന്നറിയാതെ നിന്റെ കുഞ്ഞുമോൻ നിന്റെ മുഖത്ത് നോക്കി നിൽക്കുകയാണ് നസീറെ എന്ന് ആ പോലീസുകാരൻ പറഞ്ഞപ്പോ നസീറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ആ കറുപ്പ് തുണിയിലൂടെ പുറത്തു വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടി? എത്ര സഹോദരിമാർ? റഹീമിന്റെ മാതാവ് റഹീമിനെ കാത്തിരിക്കുകയാണ്. സഫിയ താത്ത പറഞ്ഞല്ലോ, എനിക്ക് എന്റെ മകന്റെ മയ്യത്ത് കാണണ്ടല്ല എന്ന് സ്വന്തം ഉമ്മ പറയുന്ന ഒരു ഗതികേട് ഇവിടെ ഉണ്ടാക്കിയില്ലേ? സഹോദരന്മാരെ, ഈ നാട് കത്തിച്ചാമ്പലാക്കണോ? ഈ നാടിനെ മനുഷ്യരെ കൊല്ലാൻ നിങ്ങൾക്ക് കൊന്നിട്ട് എന്ത് പുണ്യമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ, അതിനെ കേടുവരുത്താൻ, അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ വഴിവിട്ട മാർഗം സ്വീകരിച്ചപ്പോ നമ്മൾ നിലച്ചിരിക്കാത്ത അവസ്ഥയിലാണ് തീവ്രവാദം വന്നത്. തീവ്രവാദം കേരളം കൊണ്ട് അവസാനിക്കുന്ന മട്ടില്ല. തീവ്രവാദത്തിന്റെ കണ്ണിക ലോകത്തെ തീവ്രവാദികളുമായി നമ്മുടെ ചെറുപ്പക്കാർക്ക് ബന്ധമുണ്ട് എന്ന് പറയാവുന്ന തരത്തിലെത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ എവിടെ എത്തിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വഴിവിട്ട മാർഗത്തിലൂടെ, വഴിവിട്ട ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകരുത്. പാരമ്പര്യത്തിന്റെ ഇന്നലെ കുറിച്ച് പറയാത്ത നാളെ കുറിച്ച് പറയുന്നവരെ പിന്നാലെ നിങ്ങൾ പറയുന്നു. ഇന്നലെ കുറിച്ച് പറയുന്നവർക്ക് നാളെ കുറിച്ച് പറയാൻ സാധ്യമാവൂ. ഇന്നലെ കണ്ട സൂര്യനെ നമ്മൾ കാണണം. ഇന്നലെ അസ്തമിച്ച സൂര്യനെ കുറിച്ച് അറിയുന്നവർക്ക് നാളത്തെ സൂര്യോദയത്തെ കുറിച്ച് പറയാൻ സാധ്യമാകൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാലത്തിന് മായ്ച്ചെടുക്കാൻ കഴിയാത്ത, കാലത്തിന് തിരുത്തപ്പെടാൻ കഴിയാത്ത പാർട്ടിയായി അഭിമാനത്തോടെ ജീവിക്കുമ്പോ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ പാറ പോലെ, ഉരുക്ക് കോട്ട പോലെ നിന്ന് ലോകത്തിന് മാതൃകയാകാൻ പ്രിയമുള്ളവരെ, ഈ ഹരിതക്കൊടിയുടെ പിന്നിൽ അഭിമാനത്തോടെ നിലയുറപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്നെ ക്ഷമിച്ച നിങ്ങൾ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിച്ച് അവസാനിപ്പിക്കുന്നു.